പാക് പൗരന്മാർ ഇന്ത്യ വിടാനുള്ള സമയം ഇന്ന് അവസാനിക്കും. കോഴിക്കോട് പാകിസ്ഥാൻ പൗരത്വമുള്ളവർ രാജ്യം വിടണമെന്ന നോട്ടീസ് പിൻവലിച്ച് പോലീസ്. പെഹൽഗാമിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ വീട്ടിൽ സന്ദർശനം നടത്തി മുഖ്യമന്ത്രി. തിരുവനന്തപുരം വിമാനത്താവളത്തിലും സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലും ബോംബ് ഭീഷണി. സന്ദേശമെത്തിയത് സിറ്റി ട്രാഫിക് കൺട്രോളിലേക്ക്. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘത്തിന്റെ വാഹനത്തിനു നേരെ ആക്രമണം. ബസിന് നേരെ പടക്കമെറിഞ്ഞു. സംഘർഷത്തിന് കാരണം വാഹനം ഉരസിയതുമായി ബന്ധപ്പെട്ട തർക്കം. ആട് ഷമീർ കസ്റ്റഡിയിൽ. പാലാ വള്ളിച്ചിറയിൽ മധ്യവയസ്കൻ കുത്തേറ്റു മരിച്ചു. കോഴിക്കോട് പാലക്കോട്ട് യുവാവിനെ സംഘം ചേർന്ന് കൊലപ്പെടുത്തി. അച്ഛനും മക്കളുമടക്കം 10 പേർ കസ്റ്റഡിയിൽ. തിരുവാതുക്കലിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ മൃതദേഹം സംസ്കരിച്ചു. കേന്ദ്രം അനുവദിച്ച പ്രായപരിധി ഇളവ് കേരളത്തിലില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് PK ശ്രീമതിയെ വിലക്കി പിണറായി വിജയൻ. വാർത്ത നിഷേധിച്ച PK ശ്രീമതി അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന വനിതയെന്ന നിലയിലാണ് പ്രത്യേക ക്ഷണിതാവാക്കിയതെന്ന് MV ഗോവിന്ദൻ. മൂന്നാമതും പിണറായി സർക്കാർ വരുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BJP പിടിക്കുന്ന ഓരോ വോട്ടുകളും കോൺഗ്രസിനെ തോൽപ്പിക്കും. കോൺഗ്രസിന്റെ വോട്ടാണ് BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ല അടുത്ത ഭരണവും ഇടതുപക്ഷം തന്നെ ഭരിക്കുമെന്ന് ഞാൻ ശക്തമായി ഇപ്പോഴും നാളെ ഇന്നലെയും പറഞ്ഞതിന്റെ കാരണം എന്താണ്? മുസ്ലിം ലീഗിനെതിരെ വീണ്ടും വെള്ളാപ്പള്ളി. ഭരണം കിട്ടാൻ ഏതറ്റം വരെയും പോകുന്നവർ. SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം ന്യൂസ് 18 ദി പോളിഗ്രാഫിൽ.